ഭർത്താക്കന്മാരുടെ വീട്ടിലെ ശരീര അധിക്ഷേപവും ഗാർഹിക പീഡനവും അത് മുഖാന്തരമായി ഉണ്ടാകുന്ന മരണങ്ങളും നമ്മുടെ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. വിവാഹം എന്നത് ഒരു പെൺകുട്ടിയുടെ സ്വപ്നവും അവളുടെ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളും സങ്കല്പങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. എന്നാൽ എത്ര വലിയ ആഡംബരത്തോടെ വിവാഹം നടന്നാലും ചില മാസങ്ങൾ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അത് തകർന്ന് തരിപ്പണമായി പോകുകയാണ്. എന്താണ് ഇതിൻ്റെ പിന്നിലെ കാര്യം? ഒരു പെൺകുട്ടി അവൾ ജീവിച്ചു വന്ന ആ ജീവിത സാഹചര്യത്തിൽ നിന്ന് വേറൊരു ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പൊരുത്തപ്പെടുവാനുള്ള ചില പ്രയാസങ്ങളൊക്കെ സ്വാഭാവികമായി നേരിടാം. എന്നാൽ ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അനേക ആളുകൾ വിവാഹാലോചനയുമായി കടന്നു വരുന്നത്, വിവാഹം കഴിക്കുന്നത് അവരുടെ കടഭാരം തീർക്കുവാനും അവരുടെ വീടിൻ്റെ പണികൾ ചെയ്തു തീർക്കാനുണ്ടെങ്കിൽ അത് ചെയ്തു തീർക്കാനും, അവർക്ക് ഒരു പെൺകുട്ടി അവരുടെ വീട്ടിലുണ്ടെങ്കിൽ അതിനെ വിവാഹം കഴിച്ച് വിടാനും, ചുരുക്കി പറഞ്ഞാൽ അവരുടെ സാമ്പത്തികമായ പരാധീനതകൾ തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് പലരും വിവാഹം ചില സമ്പത്തുള്ളവരുടെ വീടുകൾ നോക്കി ആലോചിക്കുന്നത്. അതവർക്ക് ലഭിച്ചില്ല എങ്കിൽ അവരുടെ അകത്തുള്ള ആ രോഷ പ്രകടനം പുറത്തേക്കെടുക്കുവാനിടയായിത്തീരും. ഒരിക്കലൊരു കഥ ഞാനിങ്ങനെ കേട്ടു. വലിയ ഒരു മഴ പെയ്യുന്ന സമയത്ത് ഒരു മുള്ളൻ പന്നി ഒരു മുയലിൻ്റെ കൂടിൻ്റെ അരികിൽ ചെന്നിട്ട് അതിനോട് ചോദിച്ചു, എൻ്റെ തല നനയാതെ ഞാൻ നിന്റെ മാളത്തിലേക്കൊന്ന് വെച്ചുകൊള്ളട്ടെ എന്ന് ചോദിച്ചു. മുയൽ പറഞ്ഞു, വലിയ മഴയല്ലേ, എന്നാൽ നിന്റെ തലയൊന്ന് നീ അകത്തേക്ക് വെച്ചു. മഴ ശക്തിപ്പെട്ട് കഴിഞ്ഞപ്പോൾ മുയൽ അകത്ത് മാളത്തിൽ ഭയഭീതിയോടെ ഇരിക്കുമ്പോൾ വളരെ സ്നേഹം നടിച്ച് ഈ മുള്ളൻ പന്നി അകത്തേക്ക് കയറി ചെല്ലുവാനിടയായിത്തീർന്നു. മഴയുടെ ശക്തി വർദ്ധിക്കുന്നതിനനുസരിച്ച് മുള്ളൻ പന്നി അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ചില മിനിറ്റുകൾക്കുള്ളിൽ ആ മുള്ളൻ പന്നിയുടെ സ്വഭാവം പുറത്തെടുത്തു. അതിൻ്റെ അടക്കി വെച്ചിരുന്ന മുള്ളുകളെല്ലാം അവൻ വിടർത്തുവാനിടയായിത്തീർന്നു. ഇന്ന് അനേക ഭവനങ്ങളിൽ നടക്കുന്ന സ്വഭാവം ഇതാണ്. അവർ ചിന്തിക്കുന്ന നിലയിൽ അവർക്ക് പണം ലഭിച്ചില്ല എങ്കിൽ അവരുടെ അകത്ത് ഉള്ള മുള്ളുകളെല്ലാം അവർ പുറത്തേക്കെടുക്കും. ശരീരത്തെ അവർ മുറിക്കും, വേദനിപ്പിക്കും. അവർ മനസ്സിനെ മുറിക്കും. വാക്കുകളാൽ അസ്ത്രത്തെക്കാൾ മുനയുള്ളതായ വാക്കുകളാൽ ഹൃദയത്തെ അവർ മുറിക്കും. ശാരീരികവും മാനസികവുമായിരിക്കുന്ന പീഡനങ്ങൾ പെൺകുട്ടികൾ പിന്നെ അനുഭവിക്കേണ്ടതായി വരികയാണ്. ശാരീരികവും മാനസികവുമായിരിക്കുന്ന പീഡനങ്ങൾ സഹിച്ച് അവരെന്തെങ്കിലും ഒന്ന് പറയുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ പറയും, ഈ പെൺകുട്ടിക്ക് ഡിപ്രഷനായിരിക്കും,
മനോദല തെറ്റിയ പെൺകുട്ടിയാണെന്ന് അവർ ആദ്യമേ പറയാൻ തുടങ്ങും. പ്രിയ സുഹൃത്തേ, മനോദല തെറ്റിയ ഡിപ്രഷനുള്ള ഒരു പെൺകുട്ടിയെ അല്ല നിങ്ങളുടെ വീട്ടിലേക്ക് മാതാപിതാക്കന്മാർ അയക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ വീട്ടിലെ സാഹചര്യങ്ങൾ അവളെ ആ നിലയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അപ്പോൾ ഗാർഹിക പീഡനത്തിൻ്റെ ശാരീരിക അധിക്ഷേപത്തിൻ്റെ ഒന്നാമത്തെ കാരണമെന്നുള്ളത് അവരുടെ ചിന്തയിലുള്ള വിചാരത്തിലുള്ള പണം അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ലഭിക്കുന്നില്ല എങ്കിൽ ഇഞ്ചിഞ്ചായി അവളുടെ മനസ്സിനെ കീഴ്പ്പെടുത്തുന്ന മനോദല തെറ്റിക്കുന്ന നിലയിലുള്ള സംസാര വിഷയങ്ങൾ എടുത്തിടുവാനിടയായി തീരും. ചുരുക്കി പറഞ്ഞാൽ, വിദ്യാഭ്യാസത്തിൽ ഭർത്താവിൻ്റെ അത്രയും കഴിവോ വിദ്യാഭ്യാസമോ ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ അല്പം ശാരീരികമായിരിക്കുന്ന വണ്ണം കുറവുണ്ടെങ്കിൽ, ശരീരത്തിന് അല്പം സൗന്ദര്യക്കുറവുണ്ടെങ്കിൽ അവർ പീഡനങ്ങൾ അഴിച്ചുവിടുവാനിടയായിത്തീരും.